നമ്മളെ നാട്ടിൽ പഴയ കാലത്തിൽ നല്ല ഉഷാറിലല്ലേ, പഴയ കാലത്തിൽ പറയുന്നൊരു വർത്താനുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു വെളിസ്ഥലത്തേക്കോ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലേക്കൊക്കെ ഉച്ച നേരത്തൊക്കെ പോകുകയാണെങ്കിൽ കുട്ടികളോട് പറയും അവിടെ വേണ്ട എത്താൻ പിടിച്ചോണ്ടു. ശരിയായിരിക്കും, ആൾ കാണാനറിയോ. ഇങ്ങനെ ലോകത്ത് മിസ്സായ ഒരു പാടാട് ചരിത്രമുണ്ട്, ആളെ കാണാനറിയേ. ഈ വിഷയത്തിൽ 100 കണക്കിന് പുസ്തകങ്ങൾ യൂറോപ്പിലുണ്ട്. മിസ്സിങ്, ആളെ കാണാനറിയേ. ബോഡിയും കിട്ടൂല, ആളെ കൊണ്ടുപോയി. ഈ വിഷയത്തിനാണ് നോവലുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇത് പഴയ കാലത്ത് നമ്മളെ ബാപ്പാര് പറഞ്ഞിരുന്നോ അല്ലേ? അപ്പോൾ അവിടെ ചില ഈ പോർത്തിൽ പല ഏരിയയിലും ഉണ്ടാകാം, ഓരോ ബാപ്പാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. എന്ത് ചൈത്തമാലയിൽ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും? കുട്ടികളെ കൊണ്ട് അവർക്ക് പല കാര്യം ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികൾ തിന്ന് ഫെയിൽസിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ആരുതാണെന്ന കുട്ടികളൊക്കെ വെച്ച് തിന്ന അവർക്ക് നല്ല ഭക്ഷണമെന്നാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നുള്ള പുസ്തകമാണ് മലയാളത്തിൽ. അതിൽ പറയുന്നുണ്ട് മനുഷ്യ മാംസത്തെക്കാൾ രുചിയുള്ള മാംസം വേറല്ല. അങ്ങനത്തെ പുസ്തകം മലയാളത്തിൻ്റെ പുസ്തകം ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങളൊന്നാണ് മലയാളത്തിൽ ഫ്രാൻസിസ് ഇട്ടിക്കോര. ഞാൻ പണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അവ ചിന്തിക്കണം. അപ്പോൾ അവരെ ചെയ്ത്താൻ്റെ സ്വഭാവമുള്ളവർക്ക് എങ്ങനെ പിന്നെ കറി വെച്ച് കഴിക്കേണ്ടത് ആര് പറഞ്ഞു കൊടുക്കും? ചെയ്ത്താൻ പറഞ്ഞു കൊടുക്കും. പഴയ കാലത്ത് പൊതുവായി പറഞ്ഞിരുന്ന വർത്താനാണ് എന്ത്? ഉച്ചക്കനെ ഇറങ്ങിപ്പോണ്ട, അങ്ങനെ അവിടെ ഒറ്റ പോയി കുത്തിക്കണ്ട, അവിടെ ചെയ്ത്താൻ കൊണ്ടുപോകും. ഇത് എൻ്റെ അമ്മയും ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളോട് പറയില്ല, കാരണം ഒക്കെ ചെയ്ത്തമാരായതുകൊണ്ട് എന്നെ പിടിച്ചോണ്ട് പോകേണ്ട ആവശ്യമില്ല. അന്ന് മനുഷ്യന്മാരല്ലേ പേടിക്കാരാണ്, ഇപ്പം മനുഷ്യന്മാരെ പേടിക്കുക. എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴത്തെ കാര്യം, അത്ഭുതം. എൻ്റെ ബാപ്പയിലോ പോകും, ബാപ്പൊക്കെ പല സംഗതികളുണ്ടാവും. ഞാനും ഉമ്മയും ഒറ്റക്ക്. എന്നിട്ട് എന്ത് പുറത്തിറങ്ങിയ രാത്രി കക്കൂസ് പരിയിലില്ല, പുറത്തിറങ്ങിയിട്ട് കക്കൂസ് പിന്നെ മലമൂത്ര വിസർജനത്തിന് പോകും. ഞാൻ പോവും, ചിലപ്പോൾ ഉമ്മ പോവും. അപ്പോൾ അവിടെ ഒരു വിളക്കം കത്തിച്ച് കുറച്ച് അപ്പുറത്ത് പോയിരുന്ന് അതൊക്കെ നിർവഹിച്ച് കഴുകി വൃത്തിയാക്കി പോരും. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഒരു രാത്രി ഇപ്പോൾ 1 മണി 2 മണി എന്നാൽ ആരെങ്കിലും വരുന്ന വാതിൽ തുറന്നത് ചാരിയാണ് പോവും. തിരിച്ചൊരു പെരിയിൽ ആളില്ല. പെരിയിൽ എല്ലാവർക്കും അറിയാം നാട്ടിൽ ബാപ്പ അവിടെ ഇല്ലാത്ത ദിവസമാണ്. എന്നാൽ ആരെങ്കിലും ഒരു പെരിയിൽ വരികയെ, ഒരു വാതിലുന്തേ, ഒന്ന് വാതിലുമ്പോൾ തട്ടുകയെ ഒന്നുമില്ല. അങ്ങനെ പുറത്തിറങ്ങാൻ ആൾക്ക് പേടിയുമില്ല അക്കാലത്ത്. സത്യല്ലേ? ഞാൻ അനുഭവിച്ച മനുഷ്യന്മാരെ, സത്യല്ലേ? ഇന്നിപ്പോൾ നമുക്ക് കുട്ടീനെ വീട്ടിൽ 1 മിനിറ്റ് ഒരു കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പേടിയാണ്. കാരണം മനുഷ്യനെ കൊണ്ടാകാൻ ആളുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും ആ സ്വഭാവമാണ്, ആര് ചെയ്താൻ സ്വഭാവമാണ്.